ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു വാക്സിനേഷൻ വ്ളോഗാണ്. കൊച്ചിൻ്റെ രണ്ടാമത്തെ വാക്സിനേഷനാണ്. ഞാനും ഏട്ടനാണ് പോയിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അമ്മയും ഞാനും ആയിരുന്നു. രാവിലെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ പ്രാവശ്യവും വാക്സിൻ, കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്, ഇപ്രാവശ്യവും അതുപോലെ തന്നെയാണ്. പിന്നെ വാക്സിൻ എടുക്കാൻ പോകുന്ന ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് എണീക്കുക, കുറേ നേരം കളിച്ചിരിച്ച് കുളിക്കുമ്പോൾ വരെ കളിയും ചിരിയൊക്കെ ആയിരുന്നു. മറ്റങ്ങനെയല്ല, കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ഹാപ്പി ആയിരിക്കും. കുത്തിക്കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള അവസ്ഥ വേറെ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്താ പറയുക, ഇന്ന് വേദന എടുത്ത് പോളേണ്ട ദിവസമല്ലേ, എന്നിട്ടും അവൻ രാവിലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം, ഇന്ന് സൂചിയെത്താൻ പോകുന്നില്ലേ എന്നുള്ളൊരിത്. അപ്പോൾ ഗായ്സ്, ഞാൻ റെഡിയായി. അവൻ റെഡിയായിട്ട് ഉറങ്ങും. പാലും കുടിച്ച് ഉറങ്ങുന്ന ഉറക്കാണ്. ഇനി എപ്പോഴും ഇതുപോലെ കുളിച്ച് കഴിഞ്ഞ് പാലും കുടിച്ച് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണി 3 മണി ആവാണ്ട് അവൻ എണീക്കത്തില്ല. ഇടയ്ക്കൊന്ന് പാൽ കുടിച്ച് പിന്നെ ഉറങ്ങും. പിന്നെ 3 മണിക്ക് ശേഷം അവൻ്റെ കളിയാണ്, മെയിൻ കളി. പിന്നെ 6 മണിക്ക് ശേഷം ആദ്യ കരച്ചിൽ, ബഹളം, അങ്ങനെയൊക്കെയാണ്. അതാണ് അവൻ്റെ എപ്പോഴുള്ള റുട്ടീൻ. ഇന്ന് ഇഞ്ചക്ഷനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പനിയൊക്കെ ഉണ്ടായിരുന്നു, കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. കാലനക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചാടന്നെ അനക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് അനക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കുറച്ചൊന്ന് കല്ലിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെയിൻ ആയിരുന്നു അവയ്ക്ക്, ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ്റെ കരച്ചിൽ വിതുമ്പലും കണ്ടിട്ടുണ്ടെ സഹിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും സങ്കടം വന്ന് ഇപ്രാവശ്യം അതുകൊണ്ട് ഇഞ്ചക്ഷൻ വെച്ചാടന്നെ കാലൊക്കെ അനക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഏട്ടൻ റെഡി ആവുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ഇനി ഉറക്കമായിരിക്കും. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഇനി അറിയത്തുള്ളൂ, ഒന്ന് കരയായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്ന് പറയുന്നത്, ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഹോസ്പിറ്റലിലെത്തി. 9:30 എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിരക്കില്ലാണ്ട് വേഗം വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എത്തുമ്പോഴത്തേക്കും നോക്കുമ്പോഴേക്കും ആൾക്കാരായിട്ട് അവിടെ നിറഞ്ഞായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും. പിന്നെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുത്തുമ്പോൾ വീഡിയോ ഒന്ന് എടുത്തുവിടാമെന്ന് പറഞ്ഞു. പിന്നെ അവയുടെ വെയിറ്റൊക്കെ നോക്കി കുഴപ്പമില്ല. പിന്നെ അകത്ത് കയറി ഇഞ്ചക്ഷൻ എടുത്ത് ഒരു കാലിന് മാത്രമേ കുത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി 2 തുള്ളി മരുന്നായിരുന്നു. 30 മിനിറ്റ് ഒബ്സർവേഷനിൽ ഇരുത്തതിന് ശേഷം നമ്മളെ വിട്ടത്. നമ്മൾ വീട്ടിലെത്തി, പറ്റിയുള്ളൂ. ഉള്ളി കയറിയിട്ട് പോലും ഇല്ല, കാലനക്കിക്കൊണ്ടുണ്ട്. വേട്ടം പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വേണം കഴിക്കാൻ. കാരണം ഇന്നൊന്നും അക്കൽ നടക്കൂലല്ലോ, ഇവൻ്റെ കൂടെ തന്നെ വേണം. ഓക്കെ, പോയിട്ട് വരട്ടെ. ഏട്ടൻ ഫുഡ് വാങ്ങാൻ പോയപ്പോൾ അവൻ കിടന്നൊന്ന് ഉറങ്ങിയായിരുന്നു. ആ സമയത്ത് ഞാൻ കാലൊക്കെ അനക്കി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം ഞാൻ കഴിക്കുമ്പോൾ ഏട്ടൻ വാവേനെ നോക്കുമായിരുന്നു. അപ്പം ഏട്ടൻ കഴിക്കുമ്പോൾ ഞാൻ വാവേനെ നോക്കുക. അങ്ങനെയൊക്കെ ഷിഫ്റ്റായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവൻ എണീറ്റ്. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുമ്പം തന്നെ അവൻ എണീറ്റായിരുന്നു. പിന്നെ എൻ്റെ കൂടെ കളിയും ചിരിയൊക്കെ ഈ പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വേദനയൊന്നും ഉണ്ടാവില്ല, പനിക്കണമല്ലോ, എന്തായാലും പനിക്കുമായിരിക്കും. അതൊരു ഈവനിങ് ആകുമ്പോഴേ പനിക്കത്തുള്ളൂ. അതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. കാല് ഞാൻ ആ കുത്തിയ സമയം തൊട്ടേ അനക്കിക്കൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്നിട്ടാണ് അനക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ചെറുങ്ങനെ ഒരു തടിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാല് തൊടാൻ വിട്ടില്ലായിരുന്നു അവനെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുത്തിയോടെ അവിടെ തൊട്ടേ അനക്കാൻ തുടങ്ങി. ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോഴേ ഞാൻ അനക്കി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാലനക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് തടിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാലിന്. അവന് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു വന്നിട്ട്. ഇഞ്ചക്ഷൻ വെച്ചപ്പം നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് ഞാനും അവനും ഒന്ന് മയങ്ങിട്ടാ. നേരെ എനിക്കും ക്ഷീണം ഉണ്ടായിരുന്നു, അവനും ക്ഷീണം ഉണ്ടായിരുന്നു. കുത്തിവെച്ചതിൻ്റെ ക്ഷീണം അവനും, അല്ലാത്ത ക്ഷീണം എനിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് സമയം അവൻ്റെ കാലനക്കിക്കൊണ്ടുണ്ടായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. ഏട്ടൻ പുറത്ത് പോയ സമയത്ത് അവന് നല്ല പെയിനായി. പിന്നെ എണീറ്റപ്പോൾ നല്ല കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയുടെ തന്നെയായിരുന്നു, തടിപ്പൊന്നും ഇല്ലായിരുന്നു. അല്ലാണ്ടുള്ള വേദനേൻ്റെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ എടുത്തുകൊണ്ട് കിടന്ന് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടനൊക്കെ വന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തൊക്കെ അവന് ഓക്കെയാക്കി
ഇങ്ങനെ കുറേ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുമ്പോൾ അവനിങ്ങനെ ഓരോ കാഴ്ചയൊക്കെ കണ്ട് അതിലങ്ങ് ഇതായിക്കോളും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാട് അവന് മരുന്ന് കൊടുത്തായിരുന്നേ. അത് കഴിഞ്ഞ് 6 മണിക്കൂറിന് ശേഷമാണ് കൊടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ മരുന്ന് കൊടുപ്പായത്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിക്ക് പോണു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പൊന്നുമില്ല ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.